അത്യാവശ്യം വരാൻ പറഞ്ഞു. സംഗതി ലേശം പശപ്പശയാ. കാര്യം എന്താ തുറന്നു പറ. സുധാകരന്റെ കാര്യം അല്പം കോംപ്ലിക്കേഷൻ. എന്റെ ദൈവമേ, പ്രഭാകര, എടാ അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. എനിക്കൊരു 3 ലക്ഷം രൂപ തരാനുണ്ട്. എടാ നീ വിചാരിക്കുന്ന പോലെ അല്ലടാ കാര്യങ്ങൾ. പിന്നെ എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ അവന് മാനസിക വിഭ്രാന്തി പിടിപെട്ടിട്ടുണ്ട്. അതായത് സൈക്കാട്രിക് ഡിസെൻട്രി. എടാ ഞാൻ ഇവിടെ വന്ന് പിറക്കിയിട്ട് നടന്നിട്ട് ഒരനക്കൊലി. ആ ജനാല തുറന്ന് നോക്കിയപ്പ പേടിക്കണ്ട. അളിത് എന്താ പറ്റിയാണ്? അളിയോ വിളിക്കണ്ട. ഞാനിത് പലതവണ നോക്കിയത്. ഇതേതോ കൂടിയ ബാധയാ. കാര്യകാരണങ്ങൾ സഹിതം പരിഹാരക്രിയ നടത്തണം. ജോത്സ്യനെ വിളിച്ചിട്ടുണ്ട്. ജോത്സ്യൻ ഇട്ടിത്താനം പക്കി ഇപ്പോൾ വരും. തൊണ്ണൂറ്റെട്ട് 47 76 49 ഈ നമ്പർ ആരുടേതാ? എന്റെ അല്ലേ? എന്റെ. ആ നമ്പറിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഇട്ടിത്താനത്തിന്റെ മകൻ ഇട്ടിത്താനം ശ്രവണകുമാർ. അല്ല, ഞങ്ങൾക്ക് അച്ഛൻ ജോത്സ്യനായിരുന്നു വേണ്ടത്. അച്ഛൻ വരില്ല. അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അച്ഛൻ്റെ തൊഴിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ ആസ്ട്രോളജർ. കബഡി വേണ്ട, പലക വേണ്ട, എല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളൂ. എവിടെ? മാടമ്പള്ളിയിലെ ആ ചിത്രരോഗി. കമോൺ. നാളും പേര് പറയും. ലംബോദരൻ തൃക്കേട്ട. പ്രഭാകരൻ ചതയം. ഇതിലേതാ ഈ മനോരോഗി? അയ്യോ, ഞങ്ങൾക്കല്ല, അളിയ സുധാകരന. എന്നാ അളിയൻ്റെ നാലും പേരും പറയും. അല്ല, പേരും നാളും പറയും. പേര് സുധാകരൻ, നാള് മൂലം. കമ്പ്യൂട്ടർ ട്രിഗർ. പേര് മൂലം, നാള് സുധാകരൻ. ഇതെന്താ കോടീശ്വരൻ കളിയോ? വേണ്ടവാ, അനുഗ്രഹിക്കണേ. ഞാൻ തപസ് ചെയ്യുകയായിരുന്നു. മനസ്സിലായി. കണ്ണാശ്രമത്തിൽ നിന്നു കണ്ണു മഹർഷി എപ്പോഴാഗതനായി? ഞാനോ? അതെ, വെളുപ്പിലത്തെ പരശുരാമ എക്സ്പ്രസിന് വന്നു. ദുർവാസാവും ഉണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ചാ വന്നേ. അല്ല, ആളെ മനസ്സിലായില്ലല്ലോ. ഞാനോ? അതെ, ശ്രവണകുമാര മഹർഷി. ഡിഗ്രി കോഴ്സിനെ മഹർഷിയുടെ ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചേ അല്ലേ? അല്ലേ? നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ട് മുനിമാർക്ക് നോക്കൊന്നും തന്നില്ലല്ലോ. വേണ്ട. വേണം. നോ പ്ലീനം ചെയ്ത പ്രാണം കുടിക്കണം. വേണ്ട. വേണം. കുടിക്കാം. തമസ്തു. തഥാസ്തു. ഇതല്പം കൂടിയ ഇനമാണ്. മനസ്സിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിനാണല്ലോ വട്ടെന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആർക്കെങ്കിലും മറ്റൊരു വരും. എനിക്ക് വന്നിട്ടുണ്ട്. കനകം മൂലം, കാമിനി മൂലം. മനസ്സിലായി. ഭയപ്പാടിൽ നിന്നുണ്ടായതാണ്. എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. അയ്യോ, അല്ല, ഈ മരിച്ചവരാരെങ്കിലുമായിട്ട് പുള്ളിക്കൊരു ശത്രുതയുണ്ടോ? ജോത്സ്യൻ എന്നാ വർത്താനം? മരിച്ചവരാരെങ്കിലും ശത്രുത ഉണ്ടാവും? അത് ശരിയാണല്ലോ, മരിച്ചുപോയില്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ ഈ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമായി. പിന്നെ മൊത്തം ശത്രുക്കളാ ഈ ഞാൻ പോലും. ഞാൻ അത് തന്നെ കാര്യം. മാറ്റിയെടുക്കണം. അടുത്ത പരിഹാരക്രിയകൾ ചെയ്യേണ്ടി വരും. കാശ് മുടക്കിയുള്ള ഒരു പരിപാടിക്കുമില്ല. ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ആൾ അപകടകാരിയാവും. ഏറ്റവും അടുത്ത ഒരാൾ കൊല്ലപ്പെട്ടെന്നിരിക്കും. നീ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. അമ്മാവന് ഇനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല.
ചെയ്ത് വെച്ചാൽ മതി. വയറിനകത്തൊരു വേദന. ഞാൻ വീട് വരെ ഒന്ന് ചെന്നിട്ട് വരാം. അമ്മാവൻ പോകാൻ വരട്ടെ. എന്നെ വിളിച്ചെടുത്ത അമ്മാവനില്ലേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ബഹുമാനപ്പെട്ട ഈ സ്വാതന്ത്ര്യ സംഘം പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാനി, എല്ലാ കമ്മിറ്റിക്കാരെയും തുലാത്തി എൻ്റെ കല്യാണമാണ്. എല്ലാവരും നേരത്തെ ഒന്ന് സഹകരിക്കണം. എന്റെ കല്യാണക്കത്ത് ഒരാഴ്ച മുമ്പേ വന്നേക്കാം. നീ വരുന്നില്ലടാ? പിന്നെ പെണ്ണെവിടെയാ? പെണ്ണ് 9ാം ക്ലാസ്സിൽ പഠിക്കുകയും പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കത്തിൽ ഞാൻ ഡേറ്റ് സമയമൊന്നും വെച്ചിട്ടില്ല. വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇവിടെ നിന്നാലേ പോക്സോ കേസ് പ്രതിയാകേണ്ടി വരും. അമ്മാവനെ കത്തൊന്ന് വായിച്ച്. ഇത് ജപ്തി നോട്ടീസ് ആണല്ലോടാ. അപ്പൊ അതാണ് കാര്യം. ആ, ഇത് വായിച്ച് സൈക്കിക് ഡിസെൻട്രി ആയി. അളിയാ, സുധാരളിയാ, കത്താളിയാ. രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ. എന്താണ് അമ്മാവൻ? നീ അകത്തോടാന്ന് പറയടാ. അടക്കാം മാവ, പക്ഷെ പകുതി അമ്മാവോട് തന്നോ. അളിയൻ പറഞ്ഞത് കേട്ടില്ലേ? ഇട്ടുകൂട്. സുധാകര, ആ ലോൺ ഞങ്ങൾ വെച്ചോളാം. അളിയാ, കത്തി താഴെ അളിയാ, അളിയാ കത്തി താഴെ. ബോധം പോയി. ബാധയും